Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാംസങ്ങിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി M31 ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കംപ്ലീറ്റ് റിവ്യൂ നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോച്ച് ഡിസൈനിലുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.4 ഇഞ്ചാണ്. അതുപോലെ തന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അത്ര മികച്ചതൊന്നുമല്ല, കാരണം നമുക്ക് ബിൽഡ് മെറ്റീരിയൽ ആയിട്ട് പ്ലാസ്റ്റിക് ബോഡിയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Exynos 9611 ആണ്. നമ്മുടെ സാംസങ് ഗാലക്സി M30s വന്ന അതേ ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6GB RAM ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 120GB ആണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ ഉണ്ട് നമുക്ക്. f2.0 അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും 5 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും പിന്നെ ഒരു 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഒപ്പം നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും റിയർ സൈഡിൽ കാണാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലാണ് വരുന്നത്. f2.0 അപ്പർച്ചർ വരുന്നത്. നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ അകത്താണ് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ഒരു മാസീവ് ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഒപ്പം 15 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ സാംസങ് ഗാലക്സി M31 എന്ന സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15,000 ആണ്. സോ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് 25th ആണ്, ഫെബ്രുവരി. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഗാലക്സി M31 എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. നമ്മുടെ സാംസങ്ങിൽ നിന്ന് കുറച്ചു കാലം മുന്നേ ഇറങ്ങിയിട്ടുള്ള ഗാലക്സി M30s എന്ന സ്മാർട്ട് ഫോണിന്റെ ഏകദേശം ഒരുപാട് ഫീച്ചേഴ്സ് സെയിം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6000 mAh ബാറ്ററിയും അതുപോലെ തന്നെ നമുക്ക് ചിപ്സെറ്റും ഒക്കെ സെയിം തന്നെയായിരുന്നു. റിയർ ക്യാമറയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അപ്ഗ്രേഡിങ് കൊണ്ടുവന്നിട്ടുള്ളത്. M30s നമുക്ക് ഒരു 48 മെഗാ പിക്സൽ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ ആയിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന സമയത്ത് അതൊരു 64 മെഗാ പിക്സലിലെ ക്വാഡ് റിയർ ക്യാമറ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്ഗ്രേഡിങ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയുടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.